welcome to Chinnuzz Diaries. Chinnuzz Diaries ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ആട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഫിലിപ്പിനോ ഡിഷ് ആട്ടോ. ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് കസാവ കേക്ക്. കസാവ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കപ്പ കേക്ക്. കപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരൊക്കെ കൊള്ളി എന്നാട്ടോ പറയാം. കൊള്ളി വെച്ച് അല്ലെങ്കിൽ കപ്പ വെച്ച് എങ്ങനെ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കപ്പ കേക്ക് അല്ലെങ്കിൽ കസാവ കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കപ്പയാണ്. 1 kg ആണ് ഞാനിവിടെ എടുത്തത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഷുഗർ ആണ്. ഇതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് കണ്ടൻസ് മിൽക്ക് ആണ്. ഇതൊരു ചെറിയൊരു ടിന്നാണ് എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ ഷുഗർ 1/2 കപ്പ് എന്നുള്ളത് 1 കപ്പ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രമാണെങ്കിൽ 1 ടിൻ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തത്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത്. ഇപ്പം നമ്മുടെ ബട്ടർ ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡർ ആണ്, അതായത് പാൽപ്പൊടി. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്താലും മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഇതൊരു ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് മിൽക്കിന്റെ പൗഡർ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ തിക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒരു 1/4 കപ്പ് എടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എഗ് ആണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാനില എസൻസ് അതുപോലെ തന്നെ ബട്ടർ എഗ് ഒക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കേക്കിന്റെ ടെക്സ്ചർ മാറിപ്പോവും. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഭയങ്കര ഈസിയാണ്, നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. ഷുഗർ കാരമലൈസ് ചെയ്യണത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ ഒരു ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. കളറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ഈ കേക്കിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കൂളായിട്ട് വേണം ബാക്കി നമ്മൾ ഉണ്ടാക്കാൻ പോണ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. 3 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ അധികം കരിക്കേണ്ട. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കേക്കിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ ചൂടോടുകൂടി അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് ഇത് നമുക്ക് കേക്കിന്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ഈ കേക്കിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ കപ്പ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇതൊരു ഏകദേശം 2.5 കപ്പ് 2-2.5 കപ്പ് കപ്പ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളൊരു മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ മിക്സർ ഗ്രൈൻഡറാണ് എടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക പോണത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 2-3 വട്ടം ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും മിക്സ് ആവും. എന്നിട്ട് നമുക്കിത് കേക്കിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് 2-3 വട്ടം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്, എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മധുരമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യാനാണ് പോണത് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പില്ലേ, അതിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതും ഏകദേശം ഈ ഒരു ടൈം തന്നെയാണ് വരുന്നത്. 40 to 45 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് മാറ്റാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയതുകൊണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടുല്ലോ എങ്ങനെയാണ് കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി മോയിസ്റ്റ് കേക്ക് ഉണ്ടാക്കണേന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തന്നെ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നതല്ലേ കപ്പ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ. കണ്ടായിരുന്നോ? അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം പോയിട്ട് കാണാം. അപ്പോൾ എല്ലാ അമ്മച്ചിമാരോടും ഹായ് പറയുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഓൾ.